നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ LP സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് പ്രാചീന മലയാളം, ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല ഇവയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഏത്? ഖേത്രിയാണ്. ഖേത്രി ചെമ്പുഖനി. ഖേത്രി ചെമ്പുഖനി നമ്മൾ കേട്ടിട്ടുണ്ട്. ഖേത്രി. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏത്? നവംബർ 12, 1936. ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പട്ടം എ താണുപിള്ളയാണ്. CSIRന്റെ പൂർണ്ണ രൂപം എന്ത്? ദി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നതാണ് CSIRന്റെ പൂർണ്ണ രൂപം. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരെല്ലാം? INCയുടെ പ്രസിഡന്റായിട്ടുള്ള വനിതകൾ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ആനി ബസന്റ്. ഈ ഓപ്ഷനിൽ ഇവർ 3 പേരുമാണ് കറക്റ്റ്. 1, 3, 4 ശരിയാണ്. ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെസപ്പട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇന്ത്യ വിൻസ് ഫ്രീഡം സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളതാണ് തെറ്റായ ജോഡി. അൺഹാപ്പി ഇന്ത്യ ലാലാ ലജ്പത് റായ്. ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എ പാസേജ് ടു ഇന്ത്യ EM ഫോസ്റ്റർ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. ശരിയായ കാലഗണനാക്രമത്തിൽ എഴുതുക. ശരിയായ കാലഗണനാക്രമം PSC കൊടുത്തിരിക്കുന്നത് D ആണ് ഉത്തരം. മിന്റോ മോർലി പരിഷ്കാരങ്ങൾ, വാഗൻ ട്രാജഡി, ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു, ചൗരി ചൗര. 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആരാണ്? R ചമ്പക ലക്ഷ്മി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? രഘുവേന്ദ്ര തൻവാർ. പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണ്? പാർലമെന്റിന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ബില്ലുകൾ അംഗീകരിക്കൽ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? നിയമനിർമ്മാണം രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നിവയാണ്. ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. സാമൂഹീകരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. ഇവയെല്ലാം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? ഛത്തീസ്ഗഡ്. താഴെ തന്നിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റുകൾ ഫെർമി, ആങ്സ്ട്രം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം എന്നതാണ്. എല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നതിൽ സംരക്ഷിത ബലത്തിന്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതാണ്? ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഒരു ആദർശവാതകത്തിലൂടെ ശബ്ദത്തിന്റെ വേഗത തന്നിട്ടുണ്ട്. ഇതിൽ P മർദ്ദവും ന്യൂ എന്ന് പറയുന്നത് സാന്ദ്രതയുമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ B CP CV എന്നിവ തമ്മിലുള്ള അനുപാതം. വ്യത്യസ്ത ഛേദതലത്തോടു കൂടിയ 2 സിറിഞ്ചുകൾ, സൂചിയില്ലാത്തവ, വെള്ളം നിറച്ച് ഒരു ഇറുകിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചെറിയ പിസ്റ്റണിന്റെയും വലിയ പിസ്റ്റണിന്റെയും വ്യാസങ്ങൾ യഥാക്രമം 2 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമാണ്. ചെറിയ പിസ്റ്റണിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25 ന്യൂട്ടൺ.
പ്ലസ് 2.5 ഡയോപ്റ്റർ പവറുള്ള ഒരു ലെൻസിന് മുന്നിൽ 50 സെന്റിമീറ്റർ അകലെ വെച്ചിട്ടുള്ള ഒരു വസ്തുവിന് ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ രേഖീയ ആവർത്തനം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? -4. 50 ഓം, 100 ഓം, 200 ഓം വീതം പ്രതിരോധമുള്ള 3 ബൾബുകൾ സമാന്തര രീതിയിൽ 200 വോൾട്ട് DC സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം 50 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടുതൽ പവർ എന്നതാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണ്. G എന്നത് ഒരു ഗാൽവനോമീറ്ററും. ഇവിടെ ഗാൽവനോമീറ്ററിലെ കറണ്ട് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 ആംപിയർ ആണ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ് ആണ്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. L1 ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഇതിൽ ആകെ 7 പേലോഡുകളാണ് ഉള്ളത്. ഇത് സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെക്കുറിച്ച് പഠനം നടത്തും. ഇത് 3ഉം ശരിയാണ്. നൽകിയിരിക്കുന്ന ഉപശല്യകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജം ഉള്ളത്? ഏറ്റവും കൂടുതൽ ഊർജമുള്ളത് 3Dക്കാണ്. ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കോജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? കാൽക്കോജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് 16ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ്. താഴെ നൽകിയിരിക്കുന്നതിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏത്? ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം PCl5. STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം കാണുക. 44.8 ലിറ്റർ. ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഹെൻറീസ് നിയമമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ്? റീചാർജബിൾ അല്ലാത്തത് മെർക്കുറി സെല്ലാണ്. മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്? നിക്കലാണ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹ വാതകം ഏത്? ആഗോളതാപനം, കാർബൺ ഡൈ ഓക്സൈഡ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരു ജീനിന്റെ ഒന്നിലധികം പ്രഭാവമാണ് പ്ലിയോട്രോപിസം. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര്? കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ്. ജേക്കബ്സൺസ് ഓർഗൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജേക്കബ്സൺസ് ഓർഗൻ ഗന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ വീഡ് കില്ലർ കളനാശിനിയായി ഉപയോഗിക്കുന്നത് ഏതാണ്? 2,4-D ആണ്. ലോക അൾഷിമേഴ്സ് ദിനം ആയി ആചരിക്കുന്ന ദിനം ഏത്? ലോക അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ. ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനം ആണ് ഏതായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷയരോഗ ചികിത്സാ സംവിധാനം ഡോട്ട്സ് ആണ്. ബേർഡ് ഐ ചില്ലി, ബേർഡ് ഐ മുളക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത്? മിസോറാം. ഒരു വാട്ടർ ടാങ്കിൽ 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിന്റെ 3/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ് എത്ര? 14 ലിറ്റർ. 0.48 × 5.6 × 0.28 ഡിവൈഡഡ് ബൈ 3.2 × 0.21 × 0.14. ഇതിന്റെ വാല്യൂ എന്ത്? 8 ആണ്. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിന്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ് എത്ര? 10 ഡിഗ്രി. √4 + √21 + √13 + √8 + √1 = 3 ആണ് ഉത്തരം. 8 സംഖ്യകളുടെ ശരാശരി 32. അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 31. ഒഴിവാക്കിയ സംഖ്യ ഏത്? 39 ആണ് ഒഴിവാക്കിയ സംഖ്യ. അടുത്ത ചോദ്യം. 4A = 6B = 8C ആയാൽ A:B:C വാല്യൂ എന്താണ്? 6:4:3. ഒരു കവാടത്തിൽ 4 മണികളുണ്ട്. അവ യഥാക്രമം 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു. അവയെല്ലാം കൂടി ഒന്നിച്ച് മുഴങ്ങിയതിനു ശേഷം 30 മിനിറ്റ് പൂർത്തിയാക്കുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങിയിരിക്കും? 15. 5 പുരുഷന്മാർ
3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. ആ ജോലി അവർ ഒന്നിച്ചു ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാകുന്നത്? 2 ദിവസം. എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്. എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു. സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്തത്. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ 3 മിനിറ്റ് യാത്ര ചെയ്തില്ല. അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത് എങ്കിൽ കാറിന്റെ വേഗത എത്രയാണ്? 100 കിലോമീറ്റർ പെർ മണിക്കൂർ. 20, 40, 22, 38, 26, 34. അടുത്ത 2 സംഖ്യകൾ. ഈ സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യകൾ യഥാക്രമം 32ഉം 28ഉം. ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണ് എങ്കിൽ തുക എത്ര? 4 ലക്ഷം. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏത്? 9. ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യവില ഇട്ട ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭ ശതമാനം എത്ര? 8% ലാഭം. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുർഭുജത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ് എത്രയാണ്? 625 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റിന്റെ വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന പരിഗണന ചുവടെ നൽകിയിരിക്കുന്നു. ഈ വിവരങ്ങൾ ഒരു പൈ ഡയഗ്രം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്ര കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി. ആദ്യ രൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? കാൾ ഗുസ്താഫ് യുങ്. 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ്. ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമാണ്? വികാസം സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക് കടക്കുന്നു. നിഷേധം, ദമനം, യുക്തീകരണം, താദാത്മീകരണം, ആക്രമണം തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമായോജനം. ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ JB വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആര്? കാൾ ലാഷ്ലിയാണ്. പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത്. ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണ് ഇത്? 1854 വുഡ്സ് ഡെസ്പാച്ച്. ഭൂതദയ, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? മുഖ്യ സവിശേഷങ്ങൾ. ദ നേച്ചർ ഓഫ് പ്രജുഡൈസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഗോർഡൻ വില്യാർഡ് ആൽപോർട്ട്. ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏതുതരം ജന്മവാസനയിൽ പെടുന്നതാണ്? ആത്മസ്ഥാപനം. അഭിപ്രേരണയെക്കുറിച്ചുള്ള ഗിൽഗാർഡിന്റെ വിഭജനത്തിൽ പെടാത്തത് ഏത്? ധാരണം. ധാർമ്മിക വികാസഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റെതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ലോറൻസ് കോൾബർഗ്. നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിനെ എന്താണ് പറയുന്നത്? പഠനാന്തരണം. പഠനാന്തരണം. ബിംബനഘട്ടം, ഐക്കോണിക് സ്റ്റേജ് എന്നത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്? വൈജ്ഞാനിക പഠന സിദ്ധാന്തം. താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സംവാദാത്മക പഠനം. മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണിയൻ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആര്? പ്ലേറ്റോ. മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ സ്ഥാപനം ഏതാണ്? NIMH ആണ്. NIMH. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ ആണ് CL ഹൾ. CL ഹൾ. അടുത്ത ചോദ്യം, ബ്രിഡ്ജസ് ചാർട്ട് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? വൈകാരിക വികാസം. ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ തിയറി ഓഫ് ഒബ്സർവേഷൻ ലേണിംഗിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? ഓർമ്മയാണ്.
ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിലൂടെ ഉപയോഗിക്കുന്ന പരീക്ഷ ഏത്? മിനസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ലൈക്ക് എ ഗുഡ് കോൺവെർസേഷൻ, എ ഗുഡ് പബ്ലിക് സ്പീച്ച് ഈസ് ട്യൂൺ ടു ലിസണേഴ്സ്. ആസ് യു കോൺവേഴ്സ് വിത്ത് പീപ്പിൾ ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്, you learn to monitor their reactions. If they look confused, you try to explain yourself more clearly. You may even give an example or tell a story. If they frown, you may replace an idea or present evidence that supports your views. If they smile or nod, you may feel you have the green light to develop your thoughts. If good conversations are interactive and audience-centered, effective speeches are even more so. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. വാട്ട് ഷുഡ് എ സ്പീക്കർ ഡു ഇഫ് ദ ലിസണേഴ്സ് ഡിസഗ്രി വിത്ത് ഹിം ഓർ ഹെർ? ഗീവ് എവിഡൻസ്. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ പാസേജ്? മോണിറ്ററിംഗ് ദ റിയാക്ഷൻസ് ഓഫ് ലിസണേഴ്സ്. The term green light indicates that the speaker may continue. അടുത്തത്, answer the following questions by choosing the most appropriate answer from the given option. One of the students dash not willing to do the exercise. ഉത്തരം was ആണ്. My teacher is interested dash reading novels. Interested in reading novels. The police had noticed dash women entering the room without permission. The women. The doctor had already left when the patient dash the hospital reached. Which of the following is closest in the meaning of to the word conviction? Convictionന്റെ meaning ആണ് ചോദിച്ചിരിക്കുന്നത്. Strong belief. The receptive skills are listening and reading. Which of the following is a scoring indicator of speech? Scoring indicator of speech, intelligibility. അടുത്ത മലയാളം ചോദ്യങ്ങൾ. 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്കും ഒരു മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. കുറിക്ക് കൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ്? ഈ വരികൾ കുഞ്ഞുണ്ണി മാഷിൻ്റേതാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? കേരള മോപ്പസാങ് തകഴിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാ സമാഹാരം ഏതാണ്? വാഴ്ത്തപ്പെട്ട പൂച്ച. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസകലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏത്? നപുംസകലിംഗം മേശ. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്? മണിപ്രവാളം സംസ്കൃതമാണ്. മലയാളവും സംസ്കൃതവും. കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഏത്? കലാധരൻ രവി. ശ്രവണ നൈപുണിയുടെ വികസനത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ശരിയാണ്. കൈകൊണ്ട് കീറുന്നതിന് വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്? ശാരീരിക ചാലക വികാസം. ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ആശാവതരണ രീതി. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ടുന്ന സൂചകങ്ങൾ ഏതൊക്കെ? ഈ മോളി പറഞ്ഞേക്കുന്ന 3 എണ്ണം. പഠന പ്രവർത്തനത്തിൽ പഠിതാവിൻ്റെ പങ്കാളിത്തം, ഭാഷയിലെ ഉള്ളടക്കപരമായ ധാരണ, വിവിധ ഭാഷാ വ്യവഹാര രൂപങ്ങളിൽ പഠിതാവിൻ്റെ പ്രകടനം. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു 100 ചോദ്യങ്ങൾ. ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസേഴ്സ് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്, അതിൻ്റെ റെഫറൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അക്കൗണ്ട് വഴി, നിങ്ങളുടെ പ്രൊഫൈല് വഴി അത് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം.